ന്യൂസ് ഡെസ്ക് തുടരുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ഹിജാബിൽ തീരാത്ത തർക്കം. കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സ്കൂളിലുണ്ടായ ഗുരുതരമായ പ്രശ്നം മറച്ചുവെക്കാനുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് മന്ത്രി. കുട്ടി TC വാങ്ങിയതോടെ പ്രശ്നം അവസാനിച്ചു. നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും വി ശിവൻകുട്ടി ന്യൂസ് 18നോട്. ഹിജാബ് വിഷയത്തിൽ സർക്കാർ നിലപാടിനൊപ്പം മുസ്ലിം ലീഗ്. നിയമം പറഞ്ഞ് ഹിജാബ് തടയാനാകില്ല. സ്കൂളിന് അസഹിഷ്ണുതയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ക്രൈസ്തവ സഭകളിൽ ചിലരെങ്കിലും അങ്ങേയറ്റം വർഗീയവൽക്കരിക്കപ്പെടുന്നുവെന്ന് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ നൽകിയ പങ്ക് വിസ്മരിക്കാൻ കഴിയില്ല. എന്നാൽ ക്രിസംഖികൾ ക്രൈസ്തവ സഭകൾക്കിടയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഫിറോസ്. ED പ്രസാദ് ശബരിമല മേൽശാന്തി. തൃശൂർ ചാലക്കുടി സ്വദേശി MG മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കനത്ത സുരക്ഷ. വിവാദങ്ങൾ അയ്യപ്പനെയും ശബരിമലയെയും ബാധിക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തിരക്ക് കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണെന്നും പ്രശാന്ത്. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ബംഗളൂരുവിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരമാണ് ആദ്യം വിജിലൻസിന് മൊഴി നൽകിയതെന്നും പോറ്റി പറഞ്ഞതനുസരിച്ച് 5 അംഗ സംഘത്തെ കണ്ടെത്താൻ SITയുടെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുന്നു. UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥ സമാപിക്കുന്നു. സമാപന സമ്മേളനം ഇന്ന് പന്തളത്ത്. K മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ തുടങ്ങിയവർ നയിക്കുന്ന മേഖലാ ജാഥകളാണ് പന്തളത്ത് സമാപിക്കുന്നത്. G സുകുമാരൻ നായർ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് NSSലെ ഒരു വിഭാഗം. പെരുന്നയിലേക്ക് ഇന്ന് മാർച്ച്. പ്രതിഷേധം NSS വിമോചന സമിതിയുടെ പേരിൽ. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ. അതിശക്തമായ മഴയിൽ ഇടുക്കി ജില്ലയിൽ വ്യാപക നാശനഷ്ടം. കല്ലാർപ്പുഴ കരകവിഞ്ഞതോടെ തൂക്കുപാലം, കൂട്ടാർ മേഖലകളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. കുമളി, ചെളിമട, ആനവിലാസം, ശാസ്ത്രനട എന്നിവിടങ്ങളിലും വെള്ളം കയറി. കൂട്ടാറിൽ വാഹനങ്ങൾ ഒലിച്ചുപോയി. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട പത്രികാ സമർപ്പണം പൂർത്തിയായി. ഇന്ന് സൂക്ഷ്മ പരിശോധന. പല മണ്ഡലങ്ങളിലും മഹാസഖ്യം നേർക്കുനേർ. സീറ്റ് ധാരണയിൽ എത്താത്തത് പ്രതിസന്ധി. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകില്ലെന്ന് അമേരിക്ക. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ തീരുമാനമില്ല. യുക്രൈനും റഷ്യയും നിയന്ത്രണ രേഖയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് സഹായിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് സെലൻസ്കി. 9 സൈനിക ജനറൽമാരെ പുറത്താക്കി ചൈന. നടപടി സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്തിടെ സ്വീകരിക്കുന്ന ഏറ്റവും നാടകീയ നീക്കങ്ങളിലൊന്ന്. പാർട്ടി തലപ്പത്തെ പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ചേരാനിരുന്ന യോഗത്തിന്റെ തലേന്നാണ് ഈ തീരുമാനം.